An incomplete ANOVA table is given below. Complete the table and draw your conclusions at alpha is equal to 0.01. അപ്പോൾ ഇവിടെ ANOVA ടേബിളിൽ പിന്നെ സോഴ്സസ് ഓഫ് വേരിയേഷൻ, ട്രീറ്റ്മെൻറ്റ്, ഇറർ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇററിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 8 എന്നും ടോട്ടലിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 11 എന്നും തന്നിട്ടുണ്ട്. പിന്നെ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് 63 എന്ന് തന്നിട്ടുണ്ട്. എഫിൻ്റെ ടേബിൾ കാൽക്കുലേറ്റഡ് വാല്യൂവും തന്നിട്ടുണ്ട് 2.4 എന്ന്. അപ്പോൾ അതിൻ്റെ ടേബിൾ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ദി ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം, സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ് കണ്ടുപിടിക്കണം, മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സും കണ്ടുപിടിക്കണം, ഇറേഴ്സും കണ്ടുപിടിക്കണം. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടേബിൾ ഒന്ന് ശരിയായിട്ട് എഴുതാം. ഇവിടെ തന്നിരിക്കുന്നത് n-k is equal to 8 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് n-1 is equal to 11 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ് is given as 63. പിന്നെ എഫ് വാല്യൂ is given as 2.4. ഇത്ര കാര്യങ്ങളെ നമുക്ക് ഈ ടേബിളിൽ തന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 11 എന്ന് തന്നിട്ടുണ്ട്. ഇററിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 8 എന്ന് തന്നിട്ടുണ്ട്. Therefore, ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം is 11 minus 8 which is equal to 3. അപ്പോൾ k-1 is equal to 3 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്കിവിടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം അറിയാം, സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റും അറിയാമെങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാം. MST is equal to SST divided by k-1 which is equal to 63 divided by 3. 63 divided by 3 which is equal to 21. അപ്പം ഇത് നമ്മൾ കണ്ടുപിടിച്ചു. MST is equal to 21. ഇനി നമുക്ക് അറിയുന്നത് എഫിൻ്റെ വാല്യൂ ആണ്. വാട്ട് ഈസ് എഫ്? MST ഡിവൈഡഡ് ബൈ MSE is equal to 2.4. അപ്പം നമുക്ക് എഴുതാം MST ഡിവൈഡഡ് ബൈ MSE is equal to 2.4 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ MST കണ്ടുപിടിച്ച് കഴിഞ്ഞു. MST is equal to 21. 21 divided by MSE is equal to 2.4 or MSE is equal to ഇത് ഇങ്ങോട്ട് പോവുക ആൻഡ് 2.4 ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ് ഇസ് റിട്ടൺ ആസ് 21 ഡിവൈഡഡ് ബൈ 2.4. അപ്പോൾ നമുക്ക് കിട്ടുന്നത് MSE is equal to 8.75. അപ്പോൾ MSCയുടെ കാൽക്കുലേഷനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ MSC എന്ന് വന്ന സ്ഥാനത്ത് എന്തെഴുതാം? 8.75 അല്ലേ. അപ്പോൾ MSC കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡവും അറിയാം. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് SSE കണ്ടുപിടിക്കാം. അങ്ങനെയാണെന്ന് വെച്ചാൽ what is MSE in terms of SSE? Mean sum of squares due to errors is equal to SSE divided by n-k അല്ലേ. അല്ലെങ്കിൽ ഇതിന് നമുക്ക് SSE കണ്ടുപിടിക്കാം. SSE is equal to MSE into n-k. MSE നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 8.75 ആണ്. ഇൻറ്റു n-k ടേബിളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് 8 ആണ്. അപ്പോൾ 8.75 into 8 and the answer is 70. അപ്പോൾ നമുക്കിവിടെ ടേബിളിൽ ഇവിടെ this is SSE is equal to 70 എന്ന് എഴുതാം. അപ്പോൾ SSTയും SSCയും കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഇറ്റ് ഈസ് 133. അപ്പോൾ നമുക്ക് ടേബിളിൽ എല്ലാ കാര്യങ്ങളും ഫില്ലായി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ആൽഫ 0.01 ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എഫ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് 1% ടേബിളിൽ k-1, n-1 അതായത് 3,8 നമ്മൾ ടേബിൾ നോക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള ടേബിൾ വാല്യൂ കിട്ടാൻ പോകുന്നത്. ടേബിൾ വാല്യൂ നമുക്ക് വരുന്നത് 3,8. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. അതിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടേബിൾ വാല്യൂ 7.59 ആണ്. ടേബിൾ വാല്യൂ ഈസ് 7.59. അപ്പോൾ നമുക്ക് ANOVA ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് കൺക്ലൂഷനിലേക്കാണ്. അപ്പോൾ എഫ് വാല്യൂ ഈസ് ലെസ് ദാൻ എഫ് ആൽഫ അല്ലേ.
അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ റീജിയനിലല്ല വരുന്നത്. ക്രിട്ടിക്കൽ റീജിയനിൽ എഫ് ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ ആയിരുന്നു. അപ്പോൾ ഹിയർ എഫ് ഈസ് ലെസ് ദാൻ എഫ് ആൽഫ. അപ്പോൾ നമ്മളെ കൺക്ലൂഷൻ ഈസ് ആക്സെപ്റ്റ് എച്ച് നോട്ട്. നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലേക്കാണ് ഈ ടേബിളിൻ്റെ ബേസിസിൽ നമ്മൾ എത്തുന്നത്. കംപ്ലീറ്റ് ദ ഫോളോയിങ് അനോവ ആൻഡ് ഡ്രോ യുവർ ഇൻഫറൻസ്. ഇവിടെ തന്നിരിക്കുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ദി ട്രീറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ടോട്ടലിൻ്റെ തന്നിട്ടുണ്ട്, സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ്, മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, ആൻഡ് ടേബിൾ വാല്യൂ 0.01 സിഗ്നിഫിക്കൻസ് ലെവലിലെ ടേബിൾ വാല്യൂയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ശരിക്കും എടുത്തിട്ട് എഴുതാം. അതായത് തന്നിരിക്കുന്നത് K-1 ആണ് തന്നിരിക്കുന്നത്. K-1 is equal to 5 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് N-1 is equal to 24 അത് തന്നതാണ്. പിന്നെ തന്നിരിക്കുന്നത് SSE ആണ്, ദറ്റ് ഈസ് 76 തന്നിരിക്കുന്നു. MST ആണ് തന്നിരിക്കുന്നത് 12 ആൻഡ് ടേബിൾ വാല്യൂ ഈസ് 4.17. ഇത്ര കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടേബിൾ വാല്യൂ കണ്ടിരിക്കുന്നത് 5,n-k ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, അതിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ദി ഇറർ കണ്ടുപിടിക്കാം, n-k കണ്ടുപിടിക്കാം. അപ്പോൾ 24 - 5 ആണ് അത് വരുന്നത്. അതായത് രണ്ടും കൂട്ടിയാലാണ് ടോട്ടൽ വരുന്നതല്ലോ. അപ്പോൾ ദിസ് ഇസ് 24 - 5 വിച്ച് ഇസ് ഈക്വൽ ടു 19 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഇററിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ അത് എഴുതി. പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ് MST തന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി വാട്ട് ഈസ് MST? MST ഈസ് ഈക്വൽ ടു SST ഡിവൈഡഡ് ബൈ K-1 ആണ്. അപ്പോൾ MST 12 തന്നിട്ടുണ്ട്, ദറ്റ് ഈസ് ഈക്വൽ ടു SST ഡിവൈഡഡ് ബൈ K-1 ഇസ് 5. അപ്പോൾ നമുക്ക് എഴുതാം SST ഇസ് ഈക്വൽ ടു 12 × 5 വിച്ച് ഇസ് ഈക്വൽ ടു 60. SSTയും കിട്ടി, ദറ്റ് ഈസ് ഈക്വൽ ടു 60 എന്ന് കിട്ടി. Therefore ടോട്ടൽ സം ഓഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണ് വിച്ച് ഇസ് 136. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് MSE ആണ്. വാട്ട് ഈസ് MSE? SSE ഡിവൈഡഡ് ബൈ n-k. അപ്പം MSE ഇസ് ഈക്വൽ ടു SSE ഡിവൈഡഡ് ബൈ n-k which is equal to 76 divided by 19 which is equal to 4. അപ്പോൾ ഇവിടെ 4 എന്നും കിട്ടി. ദെൻ ലാസ്റ്റ് കാൽക്കുലേഷൻ എഫിൻ്റെ വാല്യൂ ആണ്. F is equal to MST divided by MSE, അതായത് 12/4 which is equal to 3. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. ഇനി നമുക്ക് കൺക്ലൂഷനിലേക്ക് പോവാം. ഇവിടെ F is less than F alpha അല്ലേ? F is less than F alpha നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കും. K-1, n-k 5,19 നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ F is less than F alpha ആയതുകൊണ്ട് നമ്മൾ ഡിസിഷൻ ഈസ് ആക്സെപ്റ്റ് H0. അതായത് പോപ്പുലേഷൻ മീൻസ് ആർ ഈക്വൽ എന്നുള്ള H0നെ ആയിരിക്കും ഇവിടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫാർമർ വാണ്ടഡ് ടു സ്റ്റഡി ദ എഫക്റ്റ് ഓഫ് 3 fertilizers ഓൺ ദ yield ഓഫ് എ ക്രോപ്പ്. He divides the entire field into 15 plots and used each fertilizer at random to 5 plots. Part of his calculation are as follows. Complete the ANOVA. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇവിടെയും ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അനോവ ടേബിളാണ് തന്നിരിക്കുന്നത്. അതിൽ ട്രീറ്റ്മെൻറ്റിന് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ് ഉണ്ട്, ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് ഉണ്ട്, ആൻഡ് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, ആൻഡ് ടേബിൾ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ ഒന്ന് എടുത്തിട്ട് എഴുതാം. അതായത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം K-1 തന്നിരിക്കുന്നു വിച്ച് ഈസ് ഈക്വൽ ടു 2 ആൻഡ് n-1 ടോട്ടൽ n-1 ഈസ് ഗിവൺ ആസ് 14. പിന്നെ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ് ഈസ് ഗിവൺ ആസ് 140 ആൻഡ് ടോട്ടൽ സം ഓഫ് സ്ക്വയർ ഈസ് ഗിവൺ ആസ് 330. പിന്നെ MST is given as 95 and table value is given as 3.88. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം n-k കണ്ടുപിടിക്കാം. n-k is equal to 14 - 2 which is equal to 12. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ അടുത്തതായിട്ട്
ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സും സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സും ഉണ്ട്. Therefore, sum of squares due to treatment is 330. Total sum of square divided by 140. അപ്പം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ is 190. അത് കിട്ടിയിരിക്കുന്നു. Then we have MSE ആണ് കണ്ടുപിടിക്കേണ്ടത്. MSE കണ്ടുപിടിക്കണമെങ്കിൽ it is SSE divided by n minus k. That is 140 divided by 12 ആണ് ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 11.67 ആണ്. ആ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. Then we have F. F is MST divided by MSE, which is equal to 95 divided by 11.67 ആണ്, which is equal to 8.14. But table value is calculated value is 8.14 and table value is 3.88. ഇവിടെ F is greater than F alpha. അല്ലേ? Calculated value is greater than table value. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? We have to reject H0. Population means are not equal എന്ന് പറയുന്ന കൺക്ലൂഷൻസിലേക്കാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്.